നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം വീണ്ടും മറ്റൊരു യുദ്ധത്തിലേക്ക് കടക്കുന്ന സൂചനകളാണ് ഇപ്പോൾ ട്രംപിന്റെ പല ഭീഷണികളിലൂടെയും മുന്നറിയിപ്പിലൂടെയും നൽകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാന് തന്നെയാണ്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ അതിശക്തമാവുകയാണ്. യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ ആയുധങ്ങളെല്ലാം തന്നെ തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. ഏത് നിമിഷവും ഇറാനിൽ ഒരു ബോംബ് വീഴാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് ട്രംപ് അടക്കം നൽകിയിട്ടുള്ള ഭീഷണിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിന്റെ 10 മടങ്ങായിട്ട് തിരിച്ചടിക്കാൻ തന്നെയാണ് ഇറാനും ഒരുങ്ങിയിരിക്കുന്നത്. ജനുവരി മാസത്തിൽ ട്രംപ് അധികാരത്തിൽ ഏറിയതിന് പിന്നാലെ തന്നെ യുദ്ധം എല്ലായിടത്തും ഇനി അവസാനിക്കുന്ന ഒരു പ്രഖ്യാപനമായിരിക്കും വരിക എന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 3 മാസം കഴിഞ്ഞ് 4-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധം അതിൻ്റെ ഏറ്റവും കഠിനമായിട്ടുള്ള അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഏറ്റവും മുൻപിൽ ഭീഷണിയുമായി നിൽക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളതാണ്. കൂടുതൽ പടക്കപ്പലുകളും അതുപോലെ തന്നെ യുദ്ധസാമഗ്രികളൊക്കെ തന്നെ ഇറാൻ തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പല യുദ്ധവിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ നീക്കത്തെക്കുറിച്ചും കൃത്യമായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതാണ്. ഇപ്പോൾ യുദ്ധഭീതിയിലേക്ക് ലോകം കടക്കുന്നു എന്നുള്ള ഭീതി വീണ്ടും വർദ്ധിപ്പിക്കുന്നത്. റഷ്യയ്ക്കും ഇറാനുമെതിരെ നിലപാട് ഘടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നതാണ് ഇതിന് ഏറ്റവും പ്രധാന കാരണം. യുക്രൈനിൽ വെടിനിർത്തലിന് തയ്യാറാകാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് തനിക്ക് കടുത്ത ക്ഷോഭമുണ്ടെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വഴങ്ങിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന് ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യ അടക്കം കൂടെ നിർത്തി ലോക സമാധാനമായിരുന്നു ട്രംപ് ലക്ഷ്യമിട്ടത്. യുദ്ധമെല്ലാം തീർക്കുമെന്ന വാഗ്ദാനത്തിലാണ് അദ്ദേഹം അധികാരത്തിലെത്തിയതും. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞിരുന്ന ഒരു പ്രചാരണമായിരുന്നു അല്ലെങ്കിൽ ഒരു വാഗ്ദാനമായിരുന്നു ലോകത്തിൽ അദ്ദേഹം അധികാരത്തിലെത്തി കഴിഞ്ഞാൽ സമാധാനം കൊണ്ടുവരും അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളത്. അവിടെയൊക്കെ തന്നെ അദ്ദേഹം മധ്യസ്ഥ വഹിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള വാഗ്ദാനമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിച്ച് ഹൂത്തികളെയും ഹമാസിനെയും എല്ലാം നിലയ്ക്ക് നിർത്താനാണ് അമേരിക്കയുടെ നീക്കം. ചൈനീസ് കടലിൽ തമ്പടിച്ചിരുന്ന യുദ്ധക്കപ്പൽ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. നിരവധി യുദ്ധവിമാനങ്ങൾക്ക് തമ്പടിക്കാൻ കഴിയുന്ന ഈ കപ്പലിന്റെ യാത്ര യുദ്ധം ഉറപ്പിച്ചാണെന്നാണ് റിപ്പോർട്ടുകൾ. അതാണിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ചർച്ചയാവുന്നത്. ഇറാനെതിരെ ഏത് സമയവും അമേരിക്കൻ ആക്രമണം ഉണ്ടാകും. ഇതിനൊപ്പമാണ് റഷ്യക്കെതിരെയും നിലപാടുകൾ പറയുന്നത്. അമേരിക്കൻ ന്യൂസ് ചാനലിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപ് പുടിനെതിരെ തുറന്നടിച്ചത്. യുക്രൈനിൽ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ അത് റഷ്യയുടെ വീഴ്ചയാണെന്നും കടുത്ത നടപടിക്ക് മടിക്കില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന പുടിന്റെ നിലപാട് അംഗീകരിക്കില്ല. ഈ ആഴ്ച പുടിനുമായി ചർച്ച നടത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതിനിടെ ആണവ കരാറിന് അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മധ്യസ്ഥർ വഴി ചർച്ചയ്ക്ക് സാധ്യത തുറന്നു കിടക്കുന്നതായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ നിലപാട് തന്നെയാണ് അയത്തുള്ള അലി ഖമനേയും അറിയിച്ചിരിക്കുന്നത്. കരാർ ആവശ്യപ്പെട്ട് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയിക്ക് അയച്ച കത്തിന് ഇറാൻ ഒമാൻ മുഖേന മറുപടി നൽകിയിരുന്നു. അമേരിക്ക സമ്മർദ്ദവും ഭീഷണിയും മുഴക്കുമ്പോൾ ചർച്ച സാധ്യമാക്കില്ലെന്നാണ് ഇറാൻ നിലപാട്. കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ ഇതുവരെ കാണാത്ത ബോംബ് ആക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപ് ടെലിവിഷൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് യുദ്ധഭീതി സജീവമാക്കി യുദ്ധക്കപ്പലിന്റെ പശ്ചിമേഷ്യയിലേക്കുള്ള യാത്ര. ഇറാനുമായി അമേരിക്ക ചർച്ചകൾ ആഗ്രഹിക്കുന്നില്ലെന്നും മറിച്ച് അവരുടെ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി പ്രതികരിച്ചിരുന്നു. ചർച്ചകളേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങളാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നാണ് ഇറാന്റെ നിലപാട്. ചില ധിക്കാരികളായ ഭരണകൂടങ്ങൾ ചർച്ചകൾക്ക് നിർബന്ധം പിടിക്കുകയാണ്. എന്നാൽ അവരുടെ ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, മറിച്ച് ആധിപത്യം സ്ഥാപിക്കാനും അവരുടെ സ്വന്തം ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാനുമാണെന്നും അമേരിക്കയെ ലക്ഷ്യമിട്ട് ഖമനേയി പറഞ്ഞിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ എന്നത് പുതിയ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ളൊരു മാർഗമാണ്. ഇത് ചെയ്യരുത്, ആ വ്യക്തിയെ കാണരുത്, ആ ഇനം നിർമ്മിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ മിസൈൽ പരിധി ഒരു നിശ്ചിത പരിധി കവിയാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഫോക്സ് ബിസിനസ്സുമായുള്ള അഭിമുഖത്തിലാണ് ഇറാനുമായി ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനെ 2 രീതിയിൽ നമുക്ക് സമീപിക്കാം. അതിലൊന്ന് സൈനികമായാണ്, മറ്റൊന്ന് കരാറിലൂടെ ആണവായുധങ്ങൾ തടഞ്ഞുകൊണ്ടാണ് എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഇതിപ്പോൾ അമേരിക്കയ്ക്ക് മറ്റൊരു വഴിയിലൂടെ കൂടി പണി കിട്ടാനുള്ള സാധ്യതയും മുൻപിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ആണെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ ആണെങ്കിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പല രാജ്യങ്ങളും തയ്യാറാവുകയാണ്. ഏത് നിമിഷത്തിലാണ് തങ്ങൾ പിന്തുണയ്ക്കുന്ന രാജ്യത്തിന്റെ ശത്രുക്കൾ ഒരുപക്ഷെ തങ്ങളെ ആക്രമിക്കുക, അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലുകൾ എല്ലാ രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇറാനെ ആക്രമിക്കാൻ കച്ചകെട്ടിയിരിക്കുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ മുട്ടൻ പണിയായിട്ടാണ് ചൈന എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വിദഗ്ധ റിപ്പോർട്ട് കഴിഞ്ഞ 2 ദിവസം മുൻപ് പുറത്തു വന്നിരുന്നു. കാലങ്ങളായി തായ്വാന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന അമേരിക്കയെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും തായ്വാനും ഭീഷണി ഉയർത്തി തങ്ങളുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തായ്വാനിൽ ആരംഭിച്ചിരിക്കുകയാണ് ചൈന. ജോയിന്റ് വാൾ 2024 എന്ന് രഹസ്യനാമമുള്ള ഈ അഭ്യാസങ്ങൾ കടൽ വ്യോമ പോരാട്ട സന്നദ്ധത, സംയുക്ത മേധാവിത്വം പിടിച്ചെടുക്കൽ, സമുദ്രകര ലക്ഷ്യങ്ങളിൽ ആക്രമണം, പ്രധാന മേഖലകളിലും കടൽപാതകളിലും ഉപരോധം എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ചൈന നടത്തുന്നത്. സ്വയംഭരണ ദ്വീപായ തായ്വാനെ വളഞ്ഞ് ചൈന 19 യുദ്ധക്കപ്പലുകളും 50-ലധികം യുദ്ധവിമാനങ്ങളും ഇറക്കിയതോടെ തായ്വാൻ കടലിടുക്കിനെ രക്ഷിക്കാൻ എത്തിയിരിക്കുന്ന അമേരിക്കയുടെ ചങ്കിടിപ്പ് കൂടിയിരിക്കുകയാണ്. ചൈനയിൽ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ നീക്കം ഇറാനിൽ കണ്ണുനട്ടിരിക്കുന്ന അമേരിക്ക തിരിച്ച് തായ്വാനിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇറാന് നേരെ ഭീഷണി ഉയർത്തി ആക്രമണ മുന്നറിയിപ്പൊക്കെ ട്രംപ് നടത്തുകയും അത് ഇറാൻ അവഗണിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ അടുത്ത നീക്കത്തെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതിനിടയിലാണ് ചൈനയുടെ ഈ നീക്കം. അതും ഏഷ്യൻ സന്ദർശന വേളയിൽ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ മേധാവി പീറ്റ് ഹെഗ്സത്ത് നടത്തിയ പരാമർശങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനയെ എതിർത്ത് നിന്ന തായ്വാനെ സംരക്ഷിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. തായ്വാനൊപ്പം അമേരിക്കയ്ക്ക് കൂടിയുള്ള താക്കീതാണ് ഈ മുന്നൊരുക്കങ്ങളിലൂടെ ചൈന നടത്തുന്നത്. തായ്വാനെ ഭയപ്പെടുത്തുക, അന്താരാഷ്ട്ര സമൂഹത്തിന് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ജപ്പാന് മുന്നിൽ ചൈനയുടെ ശക്തികൾ വെളിപ്പെടുത്തുക എന്നതും ഈ അഭ്യാസങ്ങളുടെ ലക്ഷ്യമാണ്. അതുമാത്രമല്ല, തായ്വാനുമായി അനൌദ്യോഗിക ബന്ധം നിലനിർത്തുകയും പ്രതിരോധ ആയുധങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന അമേരിക്കൻ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ചൈനയും തായ്വാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് ഭാവിയിലും സാധ്യത. തായ്വാന് വേണ്ടി ഒരു പ്രത്യാക്രമണത്തിന് അമേരിക്ക രംഗത്ത് വന്നാൽ അത് ചൈനയെ പ്രകോപിപ്പിക്കുകയും അത് സംഘർഷത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇറാനുമായി ഒരു സങ്കീർണത നിലവിലുള്ള സാഹചര്യത്തിൽ ചൈനയെ കൂടി വെറുപ്പിക്കുക എന്ന ഒരു നീക്കം അമേരിക്ക നടത്തിയാൽ അത് അമേരിക്കയുടെ പദ്ധതികൾ പാളാനുള്ള ഒരു വഴിയായിരിക്കും. ഇറാനെ ആക്രമിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ട്രംപിന്റെ അമേരിക്ക തന്നെ ആക്രമിക്കപ്പെടുകയും ചൈനയുടെ ഇരയാവുകയും ചെയ്തേക്കാനുള്ള സാധ്യതകളും വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ബോംബിംഗ് ഭീഷണിയെ തുടർന്ന് ട്രംപ് നടപടിയെടുത്താൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേതാവ് അയത്തുള്ള അലി ഖമനേയി പറഞ്ഞിട്ടുള്ളതാണ്. ആണവായുധങ്ങൾ നിലവിൽ പിന്തുടരുന്നില്ലെങ്കിലും അമേരിക്കയെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഇറാൻ നിലപാട് പുനഃപരിശോധിക്കുമെന്നും അമേരിക്കയുടെയോ ഇസ്രായേൽ ഭരണകൂടത്തിന്റെയോ ഏതൊരു ആക്രമണത്തിനും വേഗത്തിലും നിർണായകവുമായി തിരിച്ചടി ഉടനടി നൽകുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം നിലനിർത്തി പോകാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുന്നത്.